Hi, your wellness is our preference. ഷമീറ, ആ, നമുക്ക് മറ്റുള്ള ജനങ്ങളിലേക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്ക് കുറച്ച് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് അവർക്ക് നിത്യജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു സപ്ലിമെൻറ്റ് നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാൽ എന്തായാലും. തീർച്ചയായിട്ടും ഒരുപാട് സപ്ലിമെൻറ്റ്സുകളുണ്ട്. അതിൽ എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലൊരു സപ്ലിമെൻ്റായിട്ട് ഫസ്റ്റ് റാങ്കിൽ നിൽക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് ഒമേഗ 3 ആണ്. അത് എന്തുകൊണ്ടാണ് ഷമീറ ഞാൻ പറഞ്ഞു തന്നെ ഒമേഗ ഈ ഒമേ 3 കാരണം? ഈ ഒമേഗ 3ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉം. നമ്മളെ കൊളസ്ട്രോൾ ലെവല്, ഉം. BP, ഉം. ലിവർ, ഉം. കിഡ്നി, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും, ഹാർട്ട്, മെയിനായിട്ട് ഹാർട്ട്, ബ്രെയിന്, മെമ്മറി ആ അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പം ഒരുപാട് ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഓർമ്മശക്തി എന്ന സംഗതിയെ ഇല്ലാണ്ടായിട്ടുണ്ട്. പ്രായം ചെന്ന ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു വളരെ ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നതാണ് ഈ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഒരു ഉപകാരപ്പെടുന്ന ഒരു സപ്ലിമെന്റ് ആണ് അത്. തീർച്ചയായിട്ടും. കുട്ടികളിൽ ഏത് തരം ഒമേഗ 3 നമുക്ക് കൊടുക്കാൻ പറ്റും? കുട്ടികളിലേക്ക് ഒമേഗ 3 കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഗമ്മി ഫോമിൽ കൊടുക്കാം. അവർ ക്യാപ്സൂൾ കഴിക്കാൻ വളരെ പിന്നോക്കായിരിക്കും. അതേപോലെ മീൻ, ഫിഷുകളൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ അവർക്ക് സപ്ലിമെന്റ് ആയിട്ട് ഗമ്മീസ് അവൈലബിൾ ആണ്, അതൊക്കെ കൊടുക്കാം. ഏറ്റവും നല്ല പിന്നെ അതിന്റെ സിറപ്പുകളുണ്ട്. ഫിഷ് ടേസ്റ്റ് ഇല്ലാത്ത ടൈപ്പിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതിൽ കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ അവരെ ബ്രെയിൻ ഫങ്ഷന് നല്ലതാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന ADHD എന്ന ഒരു അസുഖത്തിന് നല്ലതാണ്. ഓവറോൾ ഫങ്ഷൻ ബോഡിയിലെ അവരൊരു എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒമേഗ 3 ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒമേഗ 3 സപ്ലിമെൻ്റ് എന്നുള്ള അല്ലാതെ നമുക്ക് അത് നാച്ചുറലായിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും ആൾക്കാർ വിനിയോഗിക്കുന്നില്ല അല്ലേ? അത് വിനിയോഗിക്കുന്നില്ല എന്ന് പറയാം. ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ഫിഷ് വാങ്ങിച്ചുകൊണ്ടുവന്ന് വെക്കാൻ അങ്ങനെ സമയം കിട്ടുന്നില്ല. വല്ലപ്പോഴും ആയിരിക്കും ഫിഷ് വാങ്ങിക്കുന്നത്. ഫിഷ് വാങ്ങിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര ടേസ്റ്റിലേ കഴിക്കാൻ നോക്കും. ആ ഫിഷ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഫിഷിലായിരിക്കും നമുക്ക് ഒമേഗ 3 അധികമുള്ളതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരപ്പെടും? അത് ചെറു മത്സ്യങ്ങളിൽ ചൂര, മത്തി, നെത്തോലി, അയല ഏറ്റവും കൂടുതൽ ഉള്ളതല്ല ഉണ്ട്. അതേപോലെ ടൂണ, പിന്നെ സാൽമൺ ഫിഷ്, ഇതിലെല്ലാം ഒരുപാട് ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സിലേക്ക് വന്നാലോ? ഫ്രൂട്ട്സിലേക്ക് നമുക്ക് വളരെ മിതമായിട്ടേ ഉള്ളൂ. അവക്കാഡോ, ഓറഞ്ച്, പപ്പായ പോലത്തെ എല്ലാവരുടെ വീട്ടിലും അമിതമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സാണ്. പക്ഷെ ആരും അത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നില്ല. പിന്നെ നട്ട്സിലേക്ക് വന്നാൽ തന്നെ ആൽമണ്ട് ഉണ്ട്, കാഷ്യൂ നട്ട് ഉണ്ട് അല്ലേ? കാഷ്യൂ ഉണ്ട്, വാൾനട്ട്. അത് കംപ്ലീറ്റ് തന്നെ പറയണം, അങ്ങനെ തന്നെ പറയണം. അപ്പോൾ ഈ നാച്ചുറലായിട്ടായാലും സപ്ലിമെൻ്റ് ആയിട്ടായാലും നമ്മൾ ഒമേഗ 3 എടുക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രഗ്നൻ്റ് ലേഡിക്ക് അത് ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടാവും അല്ലേ? അവർക്ക് ഏത് ടൈപ്പ് എടുക്കണം, അതെടുക്കാൻ പറ്റുമോ, ഞാൻ പ്രഗ്നൻ്റ് അല്ലേ എന്നുള്ള ചിന്തകൾ അവർക്ക് പല രീതിയിലും വരാം. കുട്ടികളുടെയും നമ്മളെ പ്രഗ്നൻസി പീരീഡുള്ള സമയത്തുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള നമുക്കൊരു പ്രത്യേക ഒരു വീഡിയോ തന്നെ ചെയ്യാം. തീർച്ചയായും. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീപ്പായിട്ട് സംസാരിക്കേണ്ടി വരും. അതിൽ നമുക്ക് വരുന്ന കണ്ടന്റ് എത്രയാണ് അല്ലേ? അതെ അതെ. നോർമലി ഇപ്പോൾ ഒമേഗ 3 എന്ന് പറയുമ്പോൾ അതിൽ ALA ഉണ്ട്, EPA ഉണ്ട്, DHA ഉണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് EPAയും DHAയും എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഒമേഗ 3 വാങ്ങിക്കുകയാണെങ്കിൽ അതിന് എഴുതിയിട്ട് ഫിഷ് ഓയിൽ 1000 അല്ല 1000 യൂണിറ്റ് അല്ല 1000 mg എന്നൊക്കെ. അല്ല, ഇതിൽ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്താണ് EPA എന്നോ എന്താണ് DHA എന്നോ അല്ലെങ്കിൽ DHAയും EPA എത്ര വേണമെന്നും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു നല്ല വ്യക്തമായിട്ട് അവർ ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് EPA, എന്താണ് DHA, നമ്മൾ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ദിവസം എത്രയാണ് ഡോസ് വരുന്നത്, പ്രഗ്നൻ്റ് ലേഡി കഴിക്കേണ്ടത് ഏതാണ്, കുട്ടികൾ കഴിക്കേണ്ടത് ഏതാണ് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ വെച്ച് നമുക്ക് തരംതിരിച്ച് അതൊന്ന് പറഞ്ഞു അടുത്ത ഒരു ഇതായിട്ട് നമുക്കത് ചെയ്യാം. അത് മാത്രമായിട്ട് നമുക്ക് കുട്ടികളുടെയും പിന്നെ പ്രഗ്നന്റ് വുമൻസിലെയും ഒമേഗ 3 കുറിച്ചും
ഇതിൻ്റെ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്നാലും അപ്പോൾ ആ ഒരു ഈ ഒരു കൺസെപ്റ്റിൽ പോകുമ്പോൾ ഒരു സാധാരണപ്പെട്ട ആൾ ചോദിക്കുമ്പോൾ അയാൾക്ക് ഏത് തരത്തിലുള്ള omega-3 ആയിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്? omega-3 ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും അതിൻ്റെ കമ്പനിയുടെ ക്വാളിറ്റി, സ്റ്റോറേജ്, അതെല്ലാം നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കേണ്ടത് കമ്പനിയുടെ ക്വാളിറ്റി ആണോ അതേ അതിലടങ്ങിയിരിക്കുന്ന മില്ലിഗ്രാം ആണോ വേണ്ടത്? എല്ലാം നമ്മൾ നോക്കണം. മാക്സിമം ഒരാൾക്ക് omega-3 3000 മുതൽ 4000 mg വരെ കഴിക്കാം. അതേപോലെ ഒരു പിന്നെ EPA DHA നമുക്ക് ഏകദേശം ഒരു 650 മില്ലിഗ്രാമെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം വരണം. അല്ലാതെ വെറും ഫിഷ് ഓയിൽ മാത്രമായിട്ട് കാര്യമില്ല. അതിൽ പിന്നെ വേറെ കാര്യങ്ങൾ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. അതിൻ്റെ നമുക്ക് സപ്ലിമെൻറ്റിന് വരുമ്പം ഇയിലേക്കും ഡിയിലേക്കും ഒക്കെ നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നമ്മുടെ വീഡിയോ കാണുക, ഫോളോ ചെയ്യുക. വൈറ്റമിൻ ഇയും വൈറ്റമിൻ ഒമേഗയും ഒരുമിച്ച് കഴിക്കാൻ പറ്റുകയില്ല എന്നുള്ളതൊക്കെ വീഡിയോസ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. വീഡിയോ ഞങ്ങൾ ഓരോ omega-3യെ കുറിച്ച് വ്യക്തമായിട്ടും അത് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ആര് കഴിക്കണം, ആരൊക്കെ കഴിക്കണം, ഏറ്റവും നല്ല കമ്പനിയെ കുറിച്ച് പറയണ മോശമല്ലേ പറയാൻ പറ്റും. കമ്പനിയെ കുറിച്ചല്ല നമ്മൾ പറയാം. അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ EPA DHA ഒക്കെ ഉള്ള എത്ര ലെവലിൽ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ആരൊക്കെ കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം. നമ്മൾ കമ്പനിയുടെ പേര് പറഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ സോറി അതില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ക്ലാസ് എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇറ്റ്സ് മീ അനസ്, ഷമീർ. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഫുജിയറ കൽവ ഫാർമസിയിലാണ്, ഫാർമസി ഫീൽഡാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ഫാർമസിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് പറയാം അല്ലേ? സൈത്തൂൻ ഫാർമസിയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് വാട്സപ്പിൽ ചോദിക്കാം. അതിന് ആപ്റ്റായിട്ടുള്ള മറുപടികൾ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ ഈ വരുന്ന എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഒരുപാട് ഡീറ്റെയിലുകൾ omega-3 കുറിച്ചിട്ട് ഒരുപാടുണ്ട്. കുറച്ചൊന്നല്ല ഇപ്പൊ പറയാനുള്ളത്. അതായത് ഞാൻ പറയാം, കുട്ടികളിൽ ഉപയോഗിക്കുന്ന വലിയവരിൽ ഗർഭിണികളിലേക്ക് പോയിന്റ് കേട്ടോ. അവിടെ ഏത് തരത്തിലുള്ള കഴിക്കേണ്ടതുണ്ടല്ലോ. എത്ര ടൈപ്പ് omega-3 എന്ന് പറയുമ്പോൾ 3 ടൈപ്പാണ് ഇതിൽ വരുന്നത്. തീർച്ചയായും. അപ്പം ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.